Hello guys, welcome back to my channel. സോ ഇന്നത്തെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബലോത്രയാണ്. ഇപ്പോൾ ടൈം ഒരു 8 മണി ആയിട്ടുണ്ട്. നല്ല തണുപ്പ് തുടങ്ങി. നവംബർ ലാസ്റ്റ് മുതലാണ് ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ, ഡിസംബർ, ജാനുവരി ഒക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ട, ഡിസംബർ ജാനുവരിയിലൊക്കെ നല്ല തണുപ്പായിരിക്കും. ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 10 മണി തൊട്ട് ഒരു 4 മണി വരെ നല്ല ചൂടായിരിക്കും. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ രണ്ട് സാധനങ്ങളില്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് വൺ ഈസ് മോയ്സ്ചറൈസർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലിപ് ബാം. ഇതെന്നും ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യണം. കാരണം അവിടുന്ന് പെട്ടെന്നൊരു ചേഞ്ച് ഇല്ല. നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേന് സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും കടലക്കറിയായിരുന്നു. എന്നിട്ട് 10-11 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ 2 ആപ്പിളും ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന്. ഓറഞ്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഒരു 7:30 ആകുമ്പോഴത്തേനും രാവിലെ മാമൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് വാങ്ങാനായിട്ട് കമ്പനിയിൽ നിന്ന് ഒരാൾ വരും. അപ്പോൾ ഒരു 12:30 ആയപ്പോഴത്തേനും പുള്ളിക്കാരൻ വന്ന് നമ്മൾ ഫുഡ് കൊടുത്ത് വിട്ടു. പിന്നെ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയാൽ മൊത്തം ഇതേപോലെ കാള, പോത്ത്, പശു ഇതിനെല്ലാം കാണാം. ഇതൊന്നും വളർത്തുന്നതല്ല, വളർത്തുന്നവരും ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇതിനെ തുറന്ന് വിടുക, ഇത് പോയി തിന്ന് കുടിച്ചിട്ടൊക്കെ തനിയെ വൈകിട്ട് വീട്ടിൽ വരുമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കറക്റ്റ് കാര്യം അറിയത്തില്ല, അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പറയാറ്. പക്ഷേ ഇതൊന്നും വളർത്തുന്നതൊന്നുമല്ല, ഇതൊക്കെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. ആക്ച്വലി വാഷ് മെഷീനിലാണ് നമ്മൾ തുണി കഴുകാറ്. ഇവിടെ കല്ലൊന്നുമില്ല. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചാർ കുറച്ച് ഡ്രസ്സിനകത്തോട്ട് പറ്റി ഫുൾ ഓയിലായി. അതും വൈറ്റ് കളർ ഡ്രസ്സിലാണ് പറ്റിയത്. അപ്പോൾ പിന്നെ എന്തായാലും കല്ലിൽ കഴുകാമെന്നറിയാം. കല്ലാണെങ്കിൽ അത്ര വലിയ കല്ലൊന്നുമില്ല, ചെറിയ 2 കല്ല് മുകളിൽ കിടപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമൻ. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി ഇത് കഴുകാനായിട്ട്. ഇത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളാണ്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ളതാണ്. അതേപോലെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല, അതേപോലത്തെ ചൂടും. ആൻഡ് ഉള്ളിൽ റൂമിലെല്ലാം ഒടുക്കത്തെ തണുപ്പുമാണ്. അപ്പം തണുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുകളിലോട്ട് വരും. മുകളിൽ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് വരും, പിന്നെ മുകളിലോട്ട് വരും. ഇത് തന്നെയായിരുന്നു കുറേ നേരം നടന്നുകൊണ്ടേയിരുന്നത്. ഞാൻ താഴെ ഇരുന്ന് മുകളിലോട്ട് വന്നപ്പോഴത്തേനും ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. then ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എക്സ്ട്രാ ഒരു ബാത്റൂം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നാളെ ഒരു ടൈമിൽ അവർ മുകളിലോട്ടൊരു ഫ്ലോറും കൂടെ പണിയുമ്പോഴത്തേന് അത് യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടായിരിക്കാം മുകളിൽ ഒരു എക്സ്ട്രാ ബാത്റൂമും കൂടി ഇപ്പോഴേ പണിതിട്ടത്, അറിയില്ല. ദെൻ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ആ ഒരു സൈഡിലായിട്ടാണ് മെയിൻ റോഡ്, മാർക്കറ്റ് എല്ലാം വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് ഫുൾ ഇതേപോലെ റെൻറ്റിനായിട്ട് ഇട്ടേക്കുന്നതും റെൻറ്റ് താമസിക്കുന്ന വീടുകളും ഒക്കെയാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ ഫുൾ അവർക്ക് ഇനിയും ബിൽഡിങ്സ് പണിയാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങും സെയിം നമ്മൾ താമസിക്കുന്ന പോലത്തെ തന്നെ വേറെ ബിൽഡിങ്ങാണത്. അവിടെ ആൾക്കാർ ഇതേപോലെ റെൻറ്റിന് താമസിക്കുന്നുണ്ട്. then ഈ ബാക്ക് സൈഡ് കാണുന്ന എല്ലാ ഓരോരോ കമ്പനികളും ഫാക്ടറികളും ഒക്കെയാണ്. തന്നെ അങ്ങനെ നമ്മൾ തുണികളെല്ലാം കഴുകിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:30 ആയിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാം.
ചോറിൻ്റെ കൂടെ സാമ്പാർ, കോവയ്ക്ക മെഴുക്കുവരട്ടി, മീനച്ചാറ്, കടലക്കറി, മാങ്ങ അച്ചാർ. പിന്നെ നമ്മുടെ നാട്ടിലെ അരിയല്ല, അവിടെ പൊന്നിയരി. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും റേറ്റ് കൂടിയുള്ള അരി പൊന്നിയരിയാണെന്നാണ് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഭയങ്കര സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടുത്തെ സ്കൂളിലെ പിള്ളേർക്കെല്ലാം രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ക്ലാസ് ഉള്ളൂ. അങ്ങനെ 2 മണി കഴിഞ്ഞിട്ട് ഇവരിവിടെ വന്ന് കളിക്കുക ഒരു 5-5:30 വരെ. 5:30 കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ 5:30 ആയപ്പോഴത്തേന് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിവടയും ചായയും കൂടെ കഴിച്ചു. അതിനുശേഷം നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. കാരണം അന്ന് രാത്രി നമ്മൾ ജയ്പൂർ പോവുകയാണ്. രാത്രി 11:30-ക്കാണ് ട്രെയിൻ. രാത്രി കയറിയാലേ രാവിലെ അവിടെ എത്തത്തുള്ളൂ. അപ്പം നമുക്ക് റെഡി ആയിട്ട് കാണാം. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ മാമൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇത് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി. വഴി കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് മെയിൻ റോഡിലാണ് ഓട്ടോ വന്നത്. അതിനുശേഷം നമ്മളിവിടെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കോൾഡും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും ടാബ്ലറ്റ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. കാരണം ജയ്പൂർ ഇതിനേക്കാളും തണുപ്പാണെന്നാണ് കേട്ടാൽ. മാമനും മമ്മിയും ഡോക്ടറെ കാണാൻ കയറിയ ടൈമിൽ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്തോട്ട് വന്ന് അവരെന്തോ ചോദിച്ചു. ഞാൻ ഫോണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ബിക്കോസ് കറക്റ്റ് ഹിന്ദി ലാംഗ്വേജിലല്ല അവർ സംസാരിക്കുന്നത്. നാടോടികളായതുകൊണ്ടായിരിക്കാം. അവരുടെ കയ്യിലെ വളകളും ആ കുപ്പിയൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. നമുക്കൊരു ജാക്കറ്റ് വാങ്ങണമായിരുന്നു. അപ്പോൾ പുറത്ത് പോയി എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാനായിരുന്നു അതും പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് കൂടെ നോക്കിയിട്ട് ഏതാണ് നമുക്ക് അഫോർഡബിളാന്ന് തോന്നുന്നത് അത് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇവിടുത്തെ റേറ്റ് ചോദിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരു കടയിലോട്ട് പോയി. ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണോ? ഇവിടെ കിട്ടുമോ? അതിനുശേഷം നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. ജാക്കറ്റ് മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പുറത്ത് ചോദിച്ചതിനേക്കാൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പം നമ്മൾ ജാക്കറ്റ് മാത്രം പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതി. നമ്മൾ ഓൾറെഡി അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ജാക്കറ്റ് വാങ്ങി നേരെ വീട്ടിലോട്ട് പോരുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.